നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമാടി. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തൃത്താല നിയോജക മണ്ഡലത്തിൽ ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയുടെ എക്സിബിഷൻ സെൻറ്ററിലാണ്. മേളയിലെ ഒരു യൂണിറ്റ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വയനാട്, നമ്മളെല്ലാവരുടെയും ഹൃദയഭേദകമായ രീതിയിൽ നമ്മൾ എന്നും ഓർക്കുന്ന, നമ്മളെ മനസ്സിലെ ഒരു വേദനയോടുകൂടി മാത്രം ഓർക്കുന്ന ചൂരൽ മലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുടുംബശ്രീ യൂണിറ്റിലെ അംഗമായ സബിതയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ജസ്റ്റ് ചൂരൽമലയിലത്തെ കാര്യങ്ങളും ചോദിച്ചറിയാം. മാഡം നമസ്കാരം. ചൂരൽമലയിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ ദുരന്തം അതിന്റെ പുറകിൽ നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം കറണ്ടൊന്നും ഇല്ലാത്തത് കാരണം മൊബൈലിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ആദ്യം പോയി നോക്കുന്നത്. അന്നേരം ടൗണൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് അവിടുന്ന് കാണുന്നത് പറഞ്ഞാല് ചളിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഡ്രസ്സുകളൊന്നും ഇല്ലാതെ ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഞങ്ങള് അവിടെ ഉള്ള പ്രദേശവാസികളാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്ന് എന്താ പറയാ, എൻ്റെ കയ്യില് 6 മാസം 7 മാസത്തിനോട് അടുത്തൊരു കുട്ടീനെയാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതെന്ന് പറഞ്ഞാൽ കുട്ടി ആ ഒരു സിറ്റുവേഷനിൽ ജീവനുണ്ടാവുന്ന നമുക്ക് അറിയുന്നില്ലായിരുന്നു. ചളിയില് ആകെ പൊതിഞ്ഞിട്ടായിരുന്നു. പിന്നെ അതെന്റെ ഒരു കൂട്ടുകാരിന്റെ കുട്ടിയും കൂടിയാണ്. അന്നേരം പിന്നെ ഞങ്ങള് വേഗം എന്ത് ചെയ്യുന്നു, നല്ല മഴയായിരുന്നു. അപ്പൊ വെള്ളമൊക്കെ ആക്കിയപ്പോ കുട്ടി വേഗം കണ്ണൊക്കെ തുറന്നു. പിന്നെയാണ് അവര് പുറകാല വന്നത്. അപ്പൊ അവരുടെ അച്ഛനും അമ്മയൊക്കെ അതില് പോയി. അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അവരൊക്കെ കിടപ്പ് രോഗിയായിരുന്നു. അവരങ്ങനെ അതില് പോയി. പിന്നെ അവരുടെ ഫാമിലി വന്നു. അവരെ ചെറിയ മകനും ഭാര്യയും മക്കളും അതിന് രക്ഷപ്പെട്ടു വന്നു. അവരെ ഏട്ടനൊക്കെ പരക്കം പാഞ്ഞ് നടക്കായിരുന്നു ആ ടൈമിലൊക്കെ. ആ കാഴ്ചയൊന്നും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ആരെയാണ് പിടിച്ച് കരയേണ്ടത് എന്നൊന്നും ആ ടൈമിന് അറിയുന്നില്ല. എല്ലാവരുടെ അവിടുത്തെ ആളുകളുടെ അപ്പത്തെ ഇടപെടലും കൊണ്ട് ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും എത്തുന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും എത്തുന്നതിന്റെ മുന്നേ അവിടുത്തെ ജനങ്ങളാണ് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയത്. ചൂരൽമലയിൽ ഇപ്പൊ എങ്ങനെ ശാന്തമായോ എല്ലാ കാര്യങ്ങളും? എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ടില്ല. താമസിക്കുന്നവരുടെ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആ ഭാഗത്ത് തന്നെയാണോ താമസം? അതെ അല്ലേ? അതെല്ലേ? അത് ശരി. നമ്മുടെ ഒരു അതിജീവനം കൂടിയാണ് അല്ലേ ഈ ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും എന്താ പറയുക, നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളെ നാട് തൃത്താല എന്നുള്ള ജനങ്ങൾ പരിസര പ്രദേശത്ത് പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയിലാണിത്. നല്ല കച്ചവടം ഉണ്ടല്ലോ അല്ലേ? സഹകരണമുണ്ട്. അതെ 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 അതെ. നല്ല മഴയായിരുന്നു. ഒരു മാസം മുന്നേ തുടങ്ങിയ മഴയാണ്. പിന്നെ അതൊരു ദിവസം നമുക്കൊരു ഗ്യാപ്പ് വന്നു. കഴിഞ്ഞ ജൂലൈ 28 ഒരു നല്ലൊരു വെളിച്ചം വെട്ടം വന്നതുകൊണ്ടാണ് ആളുകളൊന്നും മാറാതിരുന്നത്. അന്നേരം പിന്നെ പിറ്റേന്ന് തുടങ്ങിയ മഴ പിന്നെ അത് പൊട്ടിയിട്ടാണ് അവസാനിച്ചത്. അത് ഭയങ്കര ഒരു അനുഭവമാണ്. കാരണം നമ്മുടെ ആ ഒരു 1:20 ഫസ്റ്റ് പൊട്ടിയത്. വിളിച്ചു പറഞ്ഞ് ഞങ്ങളവിടെ ആ നിമിഷം ഞങ്ങൾ എല്ലാവരും എത്തി. അവിടുത്തെ നാട്ടിലുള്ള ആളുകൾ അവിടെ ഫസ്റ്റ് തന്നെ സജീവ പ്രവർത്തനമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 2:10 ഫസ്റ്റ് MLA എത്തി. നമ്മുടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിലും അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിലും ഈ നിമിഷം വരെ ഞാൻ അവരെ കൂടെ നിൽക്കുന്നു. ഞാൻ അങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. ഞാനൊരു ചെറിയൊരു സാമൂഹിക പ്രവർത്തനമായിട്ട് നടക്കുന്ന ആളാണ്. അവിടെ കുടുംബശ്രീ ADS ആണ്, ADS സെക്രട്ടറിയാണ്. പിന്നെ ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങള് 47 കുടുംബശ്രീ മരണപ്പെട്ടിട്ടുണ്ട്. അന്നേരം കുടുംബശ്രീക്ക് ഈ നേരം വരെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നായാലോ ആരുടെ ഭാഗത്തുനിന്നായാലും ഒന്നുമില്ല, ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങളിപ്പോ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ലോണുകൾ, കുടുംബശ്രീന്റെ ലോണുകളെങ്കിലും ഒന്ന് തള്ളിത്തരാൻ വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അന്നേരം അതിനുള്ള നടപടി എവിടം വരെ ആയി എന്നറിയില്ല, തള്ളുന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളൊരു ആ ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത് അല്ലേ? നിങ്ങളിപ്പോ ഇവിടെ കൊണ്ടുവന്നുള്ള സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ? എന്റെ ഉൽപ്പന്നങ്ങൾ ചിരട്ടയും. നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? കൊടുന്നത് ഇതൊക്കെ തന്നെയാണ്. മുളയിലുള്ള പ്രോഡക്റ്റ്, ചിരട്ടയിലുള്ളത്, പിന്നെ മരത്തടിയിലുള്ളത്. പിന്നെ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് മേടിച്ചിട്ട് കുറച്ച് പ്രോഡക്റ്റുകൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രോഡക്റ്റുകളൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേരളം എന്നല്ല, ഇന്ത്യ എന്നല്ല, ലോകത്ത് തന്നെ ഏതൊരാൾക്കും
കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരു ഹൃദയമിടിപ്പോട് കൂടിയിട്ട് മാത്രമാണ് അത് ഓർക്കാൻ കഴിയുള്ളൂ അല്ലേ. ഈ 65 മീറ്റർ ദൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ, നാട്ടുകാർ, കുടുംബക്കാർ, കൂട്ടുകാരൊക്കെ ആവുമല്ലോ അപ്പോൾ ഈ ദുരന്തത്തിൽ പെട്ടുണ്ടാവുക. അത് ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ എന്താ ആ സമയത്ത്? മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എന്താ പറയാ, പകച്ചു പോയി എന്ന് വേണം പറയാൻ. എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. പിന്നെ നമ്മുടെ അത് നമ്മളെന്ത് ചെയ്ത് മനസാന്നിധ്യം വീണ്ടെടുത്തിട്ട് നമ്മളതിലേക്ക് ഇറങ്ങി. ഒരു അതിജീവനത്തിന്റെ ഒരു പാതയിലാവും. ഞാൻ പഠിച്ച സ്കൂള്, എന്റെ ഹസ്ബൻഡ്, മക്കൾ എല്ലാരും പഠിച്ച സ്കൂളൊക്കെ വെള്ളാർമലയിലാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ് എന്റെ സ്വന്തം ജന്മനാട് ഉള്ളത്. അത് 2019 പോയതാണ്. പിന്നെ പുത്തുമല പോയതാണ്. അപ്പോ ആ ഒരു ഷോക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ ഒക്കെ അറിയുന്നവരാണ്, കൂട്ടുകാരും ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ പിന്നെ കുടുംബവും എല്ലാ ആളുകളും. കാരണം ഒരു അവിടുത്തെ 3 ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര സ്നേഹത്തോടു കൂടി സഹകരണത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു ഗ്രാമമായിരുന്നു. അതൊരു നിമിഷം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയും. ചെറിയൊരു കുട്ടീനെ രക്ഷപ്പെടുത്തിയൊരു സംഭവം. അത് എല്ലാരും അങ്ങോട്ടേക്ക് പോണ്ടാന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊന്നും നോക്കാതെ നമ്മൾ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോയി. പിന്നെ പല ഭാഗത്തുനിന്നും നമ്മളെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് കാണുന്നത് നമ്മളായതുകൊണ്ട് ഒക്കെ അറിയുന്ന ആളുകളാണ്. അപ്പൊ എന്റെ പേരെടുത്തിട്ട് തന്നെ ഓരോരുത്തർ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ അവിടെ നമ്മൾക്ക് അത്രയും കുടുംബ സുഹൃത്തായ പിന്നെ ഒരാള് എന്റെ അനിയനെയും അമ്മേനെയും അച്ഛനെയും കുറിച്ചൊന്നും അറിയൂല എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ ടൈമിന് ഞാൻ പിന്നെ ഒന്നും നോക്കാതെ മുന്നോട്ടേക്ക് പോയി. അന്നേരമാണ് ചളിയിൽ പൊതിഞ്ഞൊരു കുട്ടീനെ എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുട്ടി പോയി എന്നാണ് വിചാരിച്ചു. മണ്ണിലൊക്കെ കുളിച്ച് നിൽക്കാൻ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മഴ പെയ്യുന്നുണ്ട്. അയാൾ പിടിച്ച് മുഖം കഴുകിയപ്പോ കുട്ടി അതൊരു സന്തോഷം. ഈ വേളയില് എന്താ പറയാ, നമ്മളെ ഹൃദയഭേദകമായ വളരെ വേദന ഉള്ള ഒരു കാലവും ആ ഒരു അന്തരീക്ഷവും അന്നത്തെ സാഹചര്യം ഒക്കെയാണ് പറഞ്ഞത്. അതിലും നമുക്കെല്ലാം വളരെ മനസ്സിന് ചെറിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു 6 മാസം പ്രായമായ ഒരു കുട്ടീനെ ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു അന്തരീക്ഷത്തിൽ, സ്വന്തം ജീവൻ പോലും ഭീഷണിയുള്ള സമയത്ത് രക്ഷിച്ച ഒരു കാര്യമാണ് ഇവിടെ കുടുംബശ്രീ യൂണിറ്റിന്റെ ഈ സാധനങ്ങളുമായി വന്നിട്ടുള്ള സബിതയ്ക്ക് പറയാനുള്ളത്. എന്തായാലും കുടുംബങ്ങളെയൊക്കെ നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കുളിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ അടുത്ത പൊട്ട് വന്ന് പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട ഗതികേട് വന്നാൽ സബിതയ്ക്ക് പിന്നെ എന്താ പറയാ, തൃത്താലയിൽ ഇവിടുന്ന് ഈ സരസ്മേള കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഇവിടെ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും തീരട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നും ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം, ആ നാട്ടുകാരുടെ ജീവിതം എല്ലാം ഫലഭൂയിഷ്ടമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.